നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്തെ നടിക്ക് വഞ്ചിയൂർ വെടിവെപ്പ് കേസിലെ പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചതായി സൂചന. വെടിയേറ്റ് ഷിനിയുമായി മുൻ വൈരാഗ്യമുള്ള ആളാണ് വെടിയുതിർത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. ഷിനിയുടെ വീടും പരിസരവും നിരീക്ഷിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഷിനിയെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം. 1 മീറ്റർ അകലത്തിൽ 2 തവണ ഉന്നം പിടിച്ചതിനാൽ തോക്കുപയോഗിച്ച് പരിചയമില്ലാത്ത ആളാണ് പ്രതിയെന്ന് സംശയിക്കുന്നു. മൂന്നാമത്തെ വെടിയിൽ ഷിനിയുടെ കൈക്ക് പരിക്കേറ്റ് രക്തം തെറിച്ചതോടെ ആക്രമിക്കാനെത്തിയ സ്ത്രീ പിൻവാങ്ങി. അക്രമിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ദേശീയ ആരോഗ്യ ദൌത്യത്തിൽ ജോലി ചെയ്യുന്ന ഷിനിക്ക് ഔദ്യോഗിക കത്തുകളും മറ്റും വരാറുണ്ടായിരുന്നു. ഓൺലൈൻ വഴി ഷിനിയും കുടുംബാംഗങ്ങളും സാധനങ്ങൾ വാങ്ങുന്നതും പതിവാണ്. ശനിയാഴ്ച രാവിലെ ടീഷർട്ടും വൈകിട്ട് അലങ്കാര വസ്തുക്കളും ഓൺലൈൻ കമ്പനിയുടെ വിതരണക്കാർ വീട്ടിൽ എത്തിച്ചിരുന്നു. ഷിനിയുടെ വീട്ടിൽ പതിവായി പാഴ്സൽ വരുന്നത് കണ്ടതുകൊണ്ടാകാം കൊറിയർ നൽകാനെന്ന വ്യാജനെ അക്രമി എത്തിയത്. കൂടാതെ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലേക്ക് വാഹനം കയറ്റാതെ വേഗതയിൽ തിരിച്ചു പോകാൻ 50 മീറ്റർ മാറിയുള്ള വളവിലാണ് കാർ നിർത്തിയിട്ടിരുന്നത്. ഷിനിയുടെ യാത്രകൾ നിരീക്ഷിച്ച് വഴി കൃത്യമായി മനസ്സിലാക്കിയാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്നും പോലീസ് പറയുന്നു. വെടിയുതിർത്ത സ്ത്രീ വ്യാജ നമ്പർ പതിച്ച കാറിൽ വന്നിറങ്ങുന്നതിന്റെയും പോകുന്നതിന്റെയും നിരീക്ഷണ ക്യാമറ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്ത്രീക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടെന്നാണ് സംശയം. കാറിൽ പതിച്ചിരുന്ന നമ്പർ വ്യാജമാണ്. 15 ദിവസം മുമ്പ് മറ്റൊരാൾ വിറ്റ കാറിന്റെ നമ്പറായിരുന്നു അത്. പാൽക്കുളങ്ങര ചെമ്പകശ്ശേരി ലൈനിലെ ഒരു വീട്ടിൽ നിന്നാണ് പോലീസിന് ദൃശ്യം ലഭിച്ചത്. 15-ാം തീയതി വിറ്റുപോയ കാറിന്റെ നമ്പറാണ് സ്ത്രീ വന്ന കാറിൽ പതിച്ചിരുന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പേ 3 തവണയാണ് ഷാനിക്ക് നേരെ വെടിയുതിർത്തത്. 2 എണ്ണം ഉന്നം പിടിച്ച് വീടിനകത്തേക്ക് പോയി. മൂന്നാമത്തേത് മുഖത്ത് കൊള്ളേണ്ടതായിരുന്നു. പേടിച്ച് തടയാൻ ശ്രമിച്ചതിനാൽ കൈവെള്ളയിൽ തുളഞ്ഞു കയറിയതായാണ് സംഭവം നേരിൽ കണ്ട ഭർത്തൃപിതാവ് ഭാസ്കരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാവിലെ 8:30 കഴിഞ്ഞതോടെ പത്രം വായിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ചത്. ഡോർ തുറന്നു നോക്കുമ്പോൾ ഇരുണ്ട നിറമുള്ള വസ്ത്രം ധരിച്ച് ഉയരമുള്ള സ്ത്രീ. വസ്ത്രത്തിലെ തൊപ്പി പോലുള്ള ഭാഗം കൊണ്ട് തലയും മുഖവും മറച്ചിരുന്നു. മൂക്കും കണ്ണും മാത്രമേ പുറത്ത് കാണാൻ കഴിഞ്ഞുള്ളൂ. കയ്യിൽ പാഴ്സൽ പോലെ എന്തോ പൊതിഞ്ഞു വെച്ചിരുന്നു. ആ സമയം പുറത്ത് മഴയുണ്ടായിരുന്നതിനാൽ സംശയം തോന്നിയില്ല. ഷിനിക്ക് കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. കൊറിയർ തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്റേർഡ് ആണെന്നും ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നും അവർ പറഞ്ഞു. ഒപ്പിട്ട് വാങ്ങാൻ ഒരു പേന കൂടി എടുത്തോ എന്നും പറഞ്ഞു. ഷിനി പേനയുമായി വന്നു. സ്ത്രീ നീട്ടി നൽകിയ ഷീറ്റിൽ ഒപ്പിടാനായി കുനിഞ്ഞ ഉടൻ അവർ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച തോക്കെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഷിനി സ്തംഭിച്ചു നിന്നു. ഈ സമയം അവർ തലയ്ക്ക് നേരെ ഗൺ ചൂണ്ടി വീണ്ടും വെടിപൊട്ടിച്ചു. മൂന്നാമത്തെ വെടിയിൽ ഷിനിക്ക് പരിക്കേറ്റു. ഹാളിലും എന്റെ മുണ്ടിലും രക്തം ചിതറി. കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ഭാര്യ സുജാതയും മകൾ സ്വപ്നയും ഓടിയെത്തി. ആക്രമണം എന്റെ നേരെയാണെന്നായിരുന്നു അവർ കരുതിയത്. അതിനിടെ ആക്രമണം നടത്തിയ സ്ത്രീ കടന്നു കളയുകയും ചെയ്തു. ഷിനിയുടെ ഭർത്താവ് സുജിത് സ്ഥിരമായി മാലിയിൽ നിന്ന് കൊറിയർ വഴി സാധനങ്ങൾ അയക്കാറുണ്ട്. അതിനാലാണ് രാവിലെ കൊറിയറുമായി എത്തിയ ആളെക്കുറിച്ച് ഷിനിക്കും കുടുംബത്തിനും സംശയം തോന്നാതിരുന്നത്. കൊറിയർ അയക്കാറുള്ളത് വെടിയുതിർത്ത സ്ത്രീക്ക് അറിയാമായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഷിനിക്ക് ഭർത്താവ് കൊറിയർ വഴി സാധനങ്ങൾ അയച്ചിരുന്നു. അക്രമി വന്ന കാറിൽ എൽബോർഡ് ഉണ്ടായിരുന്നു. ഇത് തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ആക്രമണത്തിൽ പകച്ചതിനാൽ വീട്ടുകാരും പുറത്തേക്ക് എത്താൻ വൈകി. ഈ സമയം കൊണ്ടാണ് അക്രമി രക്ഷപ്പെട്ടത്. വന്നയാളെ കുറിച്ച് വ്യക്തമായ രൂപവും വീട്ടുകാർക്കില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.